ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ബാലചന്ദ്രന്റെ സ്റ്റാൻലി അന്വേഷിച്ചുള്ള യാത്ര ഒരുവിധം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. സ്റ്റാൻലി ആരാണെന്നും സ്റ്റാൻലിയുടെ വീട് എവിടെയാണെന്നുള്ള സത്യം ബാലചന്ദ്രൻ മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗോവർദ്ധനെയും കുട്ടി സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ബാലചന്ദ്രൻ എന്തിനാണ് സ്റ്റാൻലിയെ അന്വേഷിച്ചു വന്നിരുന്നത്, അലീന എങ്ങനെയാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് എത്തിയത്, അലീന ആരാണ്, എന്താണ് വൈജയും താനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അങ്ങനെയെല്ലാം അലീനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗോവർദ്ധനോട് ബാലചന്ദ്രൻ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് ആകെ ഞെട്ടലോടെയാണ് ബാലചന്ദ്രന്റെ കൂടെ സ്റ്റാൻലിയെ കാണാൻ ഗോവർദ്ധൻ പോകുന്നത് കേട്ടോ. കാരണം ബാലേട്ടൻ എങ്ങനെ ഈ സാഹചര്യത്തെ അതിജീവിച്ചു, ഇതൊക്കെ കേട്ടിട്ട്, അല്ലെങ്കിൽ വൈജയുടെ സ്വഭാവം അറിഞ്ഞിട്ടും വൈജയന്തി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അറിഞ്ഞിട്ടും ബാലേട്ടന് എങ്ങനെ അതൊക്കെ സഹിക്കാൻ പറ്റി, ക്ഷമിക്കാൻ പറ്റി, ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആ വീടും കുടുംബവും എത്തിപ്പെട്ടത്, വീണ്ടും സന്തോഷത്തിലേക്ക് എത്തിപ്പെട്ട ആ വീട്ടിൽ നിന്ന് അലീനയെ വീണ്ടും പറഞ്ഞയക്കാൻ ബാലേട്ടന് എങ്ങനെ തോന്നുന്നു എന്നുള്ള പല പല ചിന്തകളാണ് ബാലചന്ദ്രന്റെ കൂടെ പോകുമ്പോഴും ഗോവർദ്ധന്റെ മനസ്സിലുണ്ടാവുക കേട്ടോ. അങ്ങനെ ആ വലിയ വീടിന്റെ മുന്നിൽ അവർ എത്തുകയാണ് കേട്ടോ. കുറെ എസ്റ്റേറ്റിന്റെ നടുവിൽ ഒരു വലിയ വീട്. ആ വലിയ വീട്ടില് സ്റ്റാൻലിക്ക് കുറച്ച് പണിക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കൂട്ടിനായിട്ട് കുറച്ച് പട്ടികളും. അങ്ങനെയുള്ള ഒരു വലിയ വീട്ടിലേക്കാണ് ബാലചന്ദ്രൻ കയറി ചെല്ലുന്നത് കേട്ടോ. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ ബാലചന്ദ്രന് ഒരു മനസ്സിന് തൃപ്തിയില്ല. കാരണം ഇങ്ങനെ ഒരു സ്ത്രീ ഇല്ലാത്ത, ഒരു സ്ത്രീകളില്ലാത്ത ഒരു വീട്ടിലേക്ക് തന്റെ മകളെ പറഞ്ഞു വിടുക എന്നുള്ളൊരു മനസ്സൊന്നും ബാലചന്ദ്രന് ഇല്ല കേട്ടോ. പക്ഷെ അവളുടെ അച്ഛന്റെ കൂടെ അല്ലേ, അല്ലാതെ വെറുതെ എവിടേക്കെങ്കിലും പറഞ്ഞു വിടാൻ ബാലചന്ദ്രന് കഴിയില്ല. ഇങ്ങനെ സ്റ്റാൻലിയെ കാണുന്നുണ്ട്. സ്റ്റാൻലിക്ക് ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. ബാലചന്ദ്രൻ ആരാണ് എന്താണെന്ന് സ്റ്റാൻലിക്കും അറിയില്ല. സ്റ്റാൻലിയെ ഇതിനു മുന്നേ ബാലചന്ദ്രനും കണ്ടിട്ടില്ല. പരസ്പരം രണ്ടുപേരും കണ്ടുമുട്ടുന്ന നിമിഷം അതൊരു വൈകാരികമായിട്ടുള്ള നിമിഷമായിരിക്കും കേട്ടോ. ബാലചന്ദ്രൻ ആരാണ് എന്ന് ബാലചന്ദ്രൻ വെളിപ്പെടുത്തുന്നുണ്ട്. എന്റെ പേര് ബാലചന്ദ്രൻ എന്നാണ്, നെടുമ്പുരയ്ക്കൽ നിന്നാണ് വരുന്നത്, കടപ്പട്ടൂരാണ് വീട്, നെടുമ്പുരയ്ക്കലാണ് വീട്ടുപേര് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ടെക്സ്റ്റൈൽ സോണ്ടാണ്, സ്വർണ്ണക്കടയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അത് ആയിക്കോട്ടെ, താങ്കൾ ഇപ്പൊ എന്നെ കാണാൻ വന്നതിന്റെ കാര്യം എന്താണ്? എനിക്ക് നിങ്ങളെ ഇതിനു മുന്നേ പരിചയമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യത്തിനോ എന്തെങ്കിലും സഹായത്തിനാണോ വന്നതെന്ന് ചോദിക്കുമ്പോ, സഹായത്തിനൊന്നുമല്ല, എനിക്ക് ഒരാളെ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കാനുണ്ട്, അതൊന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറയുന്നുണ്ട്. ആരെ ഏൽപ്പിക്കാൻ? നിങ്ങളുടെ മകളെ, അല്ലാതെ വേറെ ആരെ? എന്റെ മകളോ? എന്റെ മകൾ എങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തി? എന്റെ മകളും എന്റെ മകനൊക്കെ എന്റെ ഭാര്യയുടെ കൂടെ താമസിക്കുകയാണ്. പിന്നെ എന്താ അവരെ ഇതിനെ എന്റെ ഏൽപ്പിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ എന്ന് പറഞ്ഞത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ജനിച്ചു പോയ ഒരു മകളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അറിയാതെ എനിക്കൊരു മകളോ എന്നും പറഞ്ഞ് സ്റ്റാൻലി പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങള് ഇപ്പൊ പൊട്ടിച്ചിരിച്ചോളൂ, പക്ഷെ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നിങ്ങളുടെ ഈ ചിരി അതുപോലെ തന്നെ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആഗ്രയിൽ വെച്ച് വൈജയിൽ നിങ്ങൾക്കൊരു മകള് ജനിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആഗ്രയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബോർഡിനേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഗംഗാധര മേനോന്റെ അനുജത്തി വൈജയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കൈതക്കൽ മാളിക വീട്ടിലെ വൈജ. അവളിൽ നിങ്ങൾക്കൊരു മകള് ജനിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇപ്പൊ 23 വയസ്സാണ്. അലീന എന്നാണ് അവളുടെ പേര്. അന്ന് വൈജ ആ പെൺകുട്ടിയെ പ്രസവിച്ചപ്പോ അവരുടെ അച്ഛനും കുടുംബക്കാരൊക്കെ കൂടി അവളെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ ഇന്നാണ് വളർന്നു വലുതായി. ഇപ്പൊ അവൾ എന്റെ വീട്ടിലുണ്ട്. എന്റെ മകളെ പോലെ തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത്. പക്ഷെ അവൾ ആരാണോ, എന്താണ്, എന്തിനു വന്നു എന്നുള്ള കാര്യങ്ങളൊന്നും വൈജയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അവളുടെ വരവോട് കൂടി. അതുകൊണ്ട് തന്നെ അമ്മേനെ വിഷമിപ്പിക്കാൻ, അവളുടെ സ്വന്തം അമ്മയാണല്ലോ വൈജ. അവള് മകളാണെന്ന് വൈജ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും അവളുടെ അമ്മയും അച്ഛനും ആരാണ് എന്താണ് എന്നൊക്കെ ആ കുട്ടിക്ക് അറിയാം. അവൾക്ക് ഇനി ഞങ്ങളുടെ വീട്ടിൽ തുടർന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ആ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചേ പറ്റൂ. അതിന് സുരക്ഷിതമായ ഒരു ഇടം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അവൾക്കൊരു അമ്മ മാത്രമല്ലല്ലോ, അവൾ ജനിക്കാൻ കാരണക്കാരനായ ഒരു അച്ഛനും കൂടി ഉണ്ടാവുമല്ലോ, അയാളെ തേടി ഞാൻ ഇറങ്ങിയത്. വൈജയുടെ സഹോദരനായിട്ടുള്ള ഗംഗാധര മേനോനാണ് താങ്കളെ പറ്റി പറഞ്ഞതും
താങ്കളുടെ ഡീറ്റെയിൽസ് എനിക്ക് തന്നതും. അത് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. ഞാൻ വന്നതിന് ഒരു ഉദ്ദേശമുള്ളൂ, കൂടുതൽ വളച്ചുകെട്ടുകളില്ലാതെ കാര്യത്തിലേക്ക് അടക്കാം. അലീനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കും. നിങ്ങളുടെ മകളായിട്ട് അവൾ ഈ വീട്ടിൽ താമസിക്കണം. അവൾക്ക് ഒരു കുറവും ഉണ്ടാവരുത്, ഒരു കുറവ്. ഞാനൊരു കുറവ് അറിയിക്കാതെയാണ് ഈ ഒരു വർഷം അവൾ എന്റെ വീട്ടിൽ താമസിച്ചത്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ വീട്ടിൽ അവൾ താമസിക്കണം. അവളെ ജനിപ്പിച്ച പാത്രം പോരല്ലോ, അങ്ങനെ ഒരു മകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയണല്ലോ. ഇത്രയും കാലം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ഇത്രയും കാലം സമൂഹത്തിന് മുന്നിൽ മാന്യനായി ജീവിച്ച ആൾക്ക് അങ്ങനൊരു പാസ്റ്റ് കൂടി ഇല്ലെന്ന് കുടുംബക്കാരും വീട്ടുകാരൊക്കെ അറിയട്ടെ. എന്റെ കുടുംബം ഇന്ന് ഇങ്ങനെ ചിന്നി ചിതറാൻ കാരണം നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധമായിരുന്നു. ആ ബന്ധത്തിൽ നിങ്ങൾക്ക് ഉണ്ടായ ഈ കുഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് നിങ്ങളുടെ വീട്ടിലും വന്ന് താമസിക്കണം. അവളുടെ അച്ഛന്റെ കൂടെ കഴിയാനുള്ള അധികാരവും അവകാശമൊക്കെ അവൾക്ക് ഉണ്ട്. ആ അവകാശത്തോടും അധികാരത്തോടും കൂടി ഒരാഴ്ചക്കുള്ളിൽ അലീന ഈ വീട്ടിലെത്തും. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അവൾ ഈ വീട്ടിൽ താമസിക്കണം. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുഖാമുഖം കാണാൻ വന്നത്. ഇത് എനിക്ക് ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അതുകൊണ്ടാണ് നേരിട്ട് വന്നത്. നിങ്ങളുടെ മകളാണ് അലീന എന്ന് നിങ്ങളുടെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ അറിയണം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഈ വീട്ടിൽ താമസിക്കേണ്ടത് എന്നങ്ങനെ ബാലചന്ദ്രൻ കുറെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ തിരിച്ചു പറയാൻ സ്റ്റാൻലിക്ക് വാക്കുകളില്ല. കാരണം ബാലചന്ദ്രൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സത്യങ്ങളായിരുന്നു. തന്റെ മകള് തനിക്ക് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്റ്റാൻലിക്ക് അറിയ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ആ കുഞ്ഞിനെ തന്റെ കുഞ്ഞായിട്ട് അംഗീകരിക്കാനും സ്നേഹിക്കാനും സ്റ്റാൻലി തയ്യാറായിരുന്നു കേട്ടോ. 9 ദിവസം സമയമാണ് ബാലചന്ദ്രൻ സ്റ്റാൻലിക്ക് അനുവദിച്ചു കൊടുക്കുക കേട്ടോ. 9 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം പറയണം. അലീനയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എന്തായാലും ബാലചന്ദ്രനോട് സ്റ്റാൻലി പറയണം കേട്ടോ. സ്റ്റാൻലിയോട് അതീവ ഗൗരവത്തിലായിരിക്കും കേട്ടോ ബാലചന്ദ്രൻ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യാട്ടോ. കാരണം തന്റെ ഭാര്യയുടെ മുൻ കാമുകനായിട്ടുള്ള അവൾക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച ആളോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് അതേ ഗൗരവത്തോട് കൂടി തന്നെ ആയിരിക്കും കേട്ടോ ബാലചന്ദ്രൻ പെരുമാറുക. അത് ഒരു സ്റ്റാൻലിക്ക് ബാലചന്ദ്രനെ ഫേസ് ചെയ്യാൻ ഒരു മടിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. കാരണം തന്റെ കാമുകിയുടെ ഭർത്താവ് അതിലുപരി താൻ അവൾക്കൊരു കുഞ്ഞിനെ കൂടി സമ്മാനിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊരു കുഞ്ഞു കൂടി ജനിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോ അയാളെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് സ്റ്റാൻലിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷെ വിധി അങ്ങനെയാണ് തീരുമാനിച്ചിട്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കണല്ലോ. എന്ത് ചെയ്യണമെന്ന് സ്റ്റാൻലിക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ ഇത് പറഞ്ഞു പോകുമ്പോ സ്റ്റാൻലി ഒന്നും പറയുന്നില്ല കേട്ടോ. പക്ഷെ തന്റെ ഗൗരവം താൻ അയാളുടെ മുന്നിൽ ഒട്ടും ചെറുതാവാൻ പാടില്ല എന്നൊരു തോന്നൽ സ്റ്റാൻലിക്ക് മനസ്സ് തോന്നുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയണല്ലോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യാൻ എനിക്കൊരു മടിയില്ല. നിങ്ങളുടെ വീട്ടിൽ അവൾ എങ്ങനെയാണോ താമസിച്ചത് അതിനേക്കാൾ സുഖ സൗകര്യങ്ങളോട് കൂടി അതിനേക്കാൾ ഗംഭീരായിട്ട് ഞാൻ അവളെ നോക്കും. എന്റെ മകളായിട്ട് അവളെ ഏറ്റെടുക്കാനോ അവളെ നോക്കാനോ എനിക്ക് ഒരാളുടെ സമ്മതം ആവശ്യമില്ല. അതിനെനിക്കൊരു മോശപ്പെട്ട കാര്യം തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ഒരു മകൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അത് ചെയ്യുകയും ചെയ്യും. ഞാൻ അറിയാത്ത കാര്യത്തിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ വിവരം നൽകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ സ്റ്റാൻലിയുടെ ആ മറുപടി ഒരിക്കലും ബാലചന്ദ്രന് തൃപ്തിപ്പെടുന്നതായിരുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയും ദൂരത്ത് നിന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് വരണമെങ്കിൽ അതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അലീനയെ സ്വീകരിക്കാതിരിക്കോ അത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ അലീനയെ ഈ വീട്ടിൽ തന്നെ ഞാൻ കൊണ്ടുവന്നാക്കും. ഇന്നേക്ക് 9 ദിവസം. 9ാമത്തെ ദിവസം നിങ്ങളുടെ മറുപടി എന്താണെച്ചാലും എനിക്കത് പ്രശ്നമാവുന്ന കാര്യമല്ല. അലീനയുടെ അച്ഛന്റെ അടുത്ത് അലീനയെ ഞാൻ ഏൽപ്പിക്കും എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അലീനയുടെ അച്ഛൻ നിങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ വീട്ടുമുറ്റത്ത് ഞാൻ അലീനയെ കൊണ്ടുവന്നാക്കും. അലീനയെ സ്വീകരിക്കാതിരിക്കോ അത് നിങ്ങളുടെ തീരുമാനമാണ്. ജനിപ്പിച്ച മകളെ സ്വീകരിക്കുക എന്നുള്ളത് ആണത്താണ്. അത് നിങ്ങൾ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടു കൂടി ഞാൻ പോവാണ് എന്നും പറഞ്ഞ് ബാലചന്ദ്രനും ഗോവർദ്ധനും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നുണ്ട് കേട്ടോ. ഒരിക്കലും സ്റ്റാൻലിയുടെ മുന്നിൽ മുട്ടുകുത്തില്ല, അല്ലെങ്കിൽ സ്റ്റാൻലിയുടെ വാക്കുകൾക്ക് മുന്നിൽ പതറില്ല എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ ആ വീട്ടിലേക്ക് കയറി ചെന്നതും
ആ ഒരു തീരുമാനം നടപ്പിലാക്കി തന്നെയാണ് ബാലചന്ദ്രൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്നത് കേട്ടോ. അങ്ങനെ 9 ദിവസത്തെ സമയമാണ് സ്റ്റാൻലിക്ക് ബാലചന്ദ്രൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ആ 9 ദിവസത്തിനുള്ളിൽ തന്നെ തന്റെ തീരുമാനം സ്റ്റാൻലി ഗംഗാധരനെയാണ് അറിയിക്കുന്നുണ്ടാവുക കേട്ടോ. ഗംഗാധരന്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഗംഗാധരനോടാണ് അലീനയെ സ്വീകരിക്കാൻ താൻ തയ്യാറാണ്, ഇങ്ങനെ ഒരു കാര്യം സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം സ്റ്റാൻലി ഗംഗാധരനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഗംഗാധരൻ വീണ്ടും ബാലചന്ദ്രനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അലീനയോടും സംസാരിച്ച് അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ആ ദിവസം അലീനയെ സ്റ്റാൻലിയുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കുന്നത് ബാലചന്ദ്രനാണ്. പോകുന്ന വഴിക്ക് സ്റ്റാൻലിയാണ് തന്റെ അച്ഛനെന്നും അലീനയുടെ അച്ഛനെന്നും അയാൾ തന്നെ നിന്നെ മകളായിട്ട് അംഗീകരിക്കാനും സ്വീകരിക്കാനും സ്നേഹിക്കാനും തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ബാലചന്ദ്രൻ അലീനയെ ആ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കുന്നത് കേട്ടോ. പക്ഷെ ബാലചന്ദ്രന്റെ സ്ഥാനത്ത് വേറൊരു അച്ഛനെ സങ്കല്പിക്കാൻ അലീനയ്ക്ക് ഒട്ടും കഴിയുന്ന കാര്യമായിരുന്നില്ല. കാരണം അലീന ആദ്യം അച്ഛൻ എന്ന് വിളിച്ചത് ബാലചന്ദ്രനെയാണ്. വേറൊരാൾ അച്ഛനായിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാളുണ്ടെന്ന് അറിയാം, ആരാണെന്ന് അറിയാൻ കൂടിയും അലീനയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു വികാര നിമിഷമായിരിക്കും ബാലചന്ദ്രൻ അലീനയെ ആ വീട്ടിന്റെ മുന്നിലേക്ക് കൊണ്ടുചെന്നാക്കുന്ന രംഗട്ടോ. അത്രയും വൈകാരികമായ നിമിഷമായിരിക്കും. ബാലചന്ദ്രനും ഒരിക്കലും അത് സന്തോഷമുള്ള കാര്യമല്ല. താൻ മകളായിട്ട് ഇത്രയും ദിവസം കൊണ്ടു നടന്നിരുന്ന ഒരു കുട്ടി തന്നെ ആദ്യം അവളെ അച്ഛ എന്ന് വിളിച്ചത് തന്നെയാണ് എന്നുള്ളതൊക്കെ ബാലചന്ദ്രന് അറിയുന്ന കാര്യങ്ങളാണ്. ബാലചന്ദ്രനെ ഏറെ സ്നേഹിച്ച ഒരാളെ ബാലചന്ദ്രന് നഷ്ടാവുന്ന നിമിഷമായിരുന്നു കേട്ടോ അത്. താൻ മകളായിട്ട്, തന്റെ മൂത്ത മകളായിട്ട് കണ്ടിരുന്ന തന്റെ മകളെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നൊരു വിഷമം ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു. അവൾ ആ വീടുമായി പൊരുത്തപ്പെടുമോ, അവൾക്ക് ആ വീട്ടിൽ സാഹചര്യങ്ങൾ അംഗീകരിക്കാനാവുന്നതാണോ, അവൾക്ക് അവിടെ നിലനിന്ന് പോകാൻ പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ ബാലചന്ദ്രന്റെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പെൺകുട്ടിയെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരച്ഛന്റെ മനോവിഷമം ബാലചന്ദ്രനിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു മനോവിഷമത്തോട് കൂടിയാണ് അലീനയെ ആ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് ബാലചന്ദ്രനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ബാലചന്ദ്രൻ ആ പടി കിടക്കുന്നത് കേട്ടോ. അത് അലീനയ്ക്കും ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നീട് സ്റ്റാൻലിയുടെ വീട്ടിൽ അലീന പൊരുത്തപ്പെട്ടു പോവാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാലും സ്റ്റാൻലിയുമായിട്ട് അലീന പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. സ്റ്റാൻലി പിന്നെ ഇനി അലീനയ്ക്ക് ഉള്ള കടമ എന്ന് പറയുന്നത് സ്റ്റാൻലിയുമായി തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന തന്റെ സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളെയും സ്റ്റാൻലിയുമായിട്ട് കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് അലീനയ്ക്ക് അവിടെ നിർവഹിക്കാനുണ്ടായിരുന്നത് കേട്ടോ. അതും അലീന ഭംഗിയായി നിർവഹിക്കുന്ന എപ്പിസോഡ്സ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്